ക്ലാസ് 1 മലയാളം. ബലൂണുകളുടെ ഉത്സവം. ദൂരെ ദൂരെ ഒരു ദേശം. ഹോഹോ എന്നാണ് ആ ദേശത്തിൻ്റെ പേര്. ഹോഹോ ദേശത്ത് ബലൂണുകൾക്കുമുണ്ട് ഉത്സവം. ഉത്സവത്തിന് ഘോഷയാത്രയും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഘോഷയാത്ര കടന്നു വരികയാണ്. അതിഗംഭീരമായ ഘോഷയാത്ര, ബലൂണുകളുടെ ഘോഷയാത്ര. അപ്പോൾ ദൂരെ ദൂരെ ഒരു ദേശമുണ്ട്. ആ ദേശത്തിൻ്റെ പേരാണ് ഹോഹോ. ആ ദേശത്ത് ബലൂണുകൾക്കും ഉത്സവം നടത്താറുണ്ട്. ഉത്സവത്തിന് ഘോഷയാത്രയും ഉണ്ടാവും. അപ്പോൾ ഒരു വാഹനം വരുന്നുണ്ട്, അതിൻ്റെ പിന്നാലായിട്ട് ഘോഷയാത്ര കടന്നു വരികയാണ്. ബലൂണുകളുടെ ഘോഷയാത്ര. ആളുകൾ ഘോഷയാത്ര കാണാൻ പാതയുടെ ഇരുഭാഗത്തും തിങ്ങിക്കൂടി. കുഞ്ഞുങ്ങൾക്ക് ഉത്സാഹമായി. അവർ രക്ഷിതാക്കളുടെ തോളിൽ കയറി നോക്കി. അതാ ഘോഷയാത്ര വരുന്നു. ഏറ്റവും മുമ്പിലായി കൊമ്പുകുലുക്കി ബമ്പു കാട്ടി മുത്തുക്കുട ചൂടിയ ആന ബലൂണുകൾ. കണ്ടോ, കരടി ബലൂൺ ചെണ്ട കൊട്ടുന്നത്, കടുവ ബലൂൺ കുഴൽ വിളിക്കുന്നു, കുരങ്ങു ബലൂൺ ചാഞ്ചാടിയും തലകുത്തി മറിഞ്ഞും കുസൃതി കാട്ടുന്നു. കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. ആളുകൾ ഘോഷയാത്ര കാണാനായിട്ട് പാതയുടെ ഇരുഭാഗത്തും തിങ്ങിക്കൂടി. ഏറ്റവും മുമ്പിലായിട്ട് കൊമ്പ് കുലുക്കിയിട്ട് പമ്പ് കാട്ടി മുത്തുകുട ചൂടിയ ആന ബലൂണുകൾ. പിന്നെ കരടി ബലൂൺ ചെണ്ട കൊട്ടുന്നു, കടുവ ബലൂൺ കുഴൽ വിളിക്കുന്നു, കുരങ്ങ് ബലൂൺ ചാഞ്ചാടിയും തലകുത്തി മറിഞ്ഞും കുസൃതി കാട്ടുന്നു. കുട്ടികളൊക്കെ കൂടെ പൊട്ടിച്ചിരിച്ചു. താളം മേളം വായിത്താരി. ഡിങ്കക ഡഗഡഗ ഡിങ്കക ഡിണ്ടം ഡിങ്കട ഡിങ്കക ഡഗഡഗ ഡിങ്കക ഡിണ്ടം ഡിങ്കക ഡഗഡഗ ഡിങ്കട ഡഗഡഗ ഡിങ്കക ഡഡഗ ഡിണ്ടക ഡിങ്കക ഡഗഡഗ ദിങ്കണ്ണക്ക 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 ദിണ്ണം ദിങ്കണ്ണക്ക 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 ദിണ്ണം. അതന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും. ജിഞ്ചില ജിലജില ജിഞ്ചില ജിലജില ജിഞ്ചില ജിലജില ജിഞ്ചില ജിലജില ജിലജില ജിഞ്ചം ജിലജില ജിഞ്ചം ജിഞ്ചില ജിലജില ജിഞ്ചില ജിഞ്ചം. പെപ്പര പെരപെര പെപ്പര പെരപെര. അത് കുഴൽ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഈ വരികൾ അതൊക്കെ വായിത്താരി അത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വരി വരിയായി നിരനിരയായി വരുന്ന ബലൂണുകൾ. ഘോഷയാത്രയ്ക്ക് പകിട്ട് കൂട്ടാൻ കമാന ബലൂണുകളുണ്ട്. സഞ്ചരിക്കുന്ന കമാന ബലൂണുകൾ. അത് നാട്ടുകാർ ആദ്യം കാണുകയാണ്. വാദ്യമേളങ്ങളുടെ താളത്തിൽ ചുവട് വച്ചു പച്ചക്കറി ബലൂണുകൾ വരുന്നു. ഉരുണ്ടും ഉയർന്നും മത്തങ്ങ ബലൂണുകൾ. വരി വരിയായിട്ടും നിരനിരയായിട്ടൊക്കെ വരുന്ന ബലൂണുകളുണ്ട്. അപ്പോൾ ഘോഷയാത്രയ്ക്ക് പകിട്ട് കൂട്ടാനായിട്ട് കമാന ബലൂണുകളുണ്ട്, സഞ്ചരിക്കുന്ന കമാന ബലൂണുകൾ. അത് ആദ്യമായിട്ട് കാണുകയാണ്. വാദ്യമേളങ്ങളുടെ താളത്തിനനുസരിച്ച് ചുവട് വെച്ചിട്ട് പച്ചക്കറി ബലൂണുകൾ വരുന്നു. ഉരുണ്ടും ഉയർന്നും മത്തങ്ങ ബലൂണുകൾ. ഉരുണ്ടും വരുന്നുണ്ട്, ഉയർന്നിട്ടും മത്തങ്ങ ബലൂണുകളും വരുന്നു. വളഞ്ഞും പുളഞ്ഞും പടവലങ്ങ ബലൂണുകൾ. അവ മുന്നോട്ട് ചാടിയും പിന്നോട്ട് മറിഞ്ഞും പലവിധ അഭ്യാസങ്ങൾ കാട്ടി. ബലൂണുകളുടെ ഉത്സവം വേറിട്ട രീതിയിലാണ് അവസാനിക്കുക. ഉത്സവത്തിൻ്റെ അവസാന ഇനം ആർപ്പുവിളിയോടെ കാറ്റഴിച്ചു വിടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂണുകൾ ചീറിത്തെറിക്കും പിരിയുന്നതിൽ വ്യസനമുള്ള ബലൂണുകൾ പൊട്ടിക്കരയും. വളഞ്ഞും പൊളിഞ്ഞും ഒക്കെ വരുന്നതായിരുന്നു പടലങ്ങ ബലൂണുകൾ. പച്ചക്കറി ബലൂൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവ മുന്നോട്ട് ചാടിയും പിന്നോട്ട് മറിഞ്ഞും ഓരോ അഭ്യാസങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബലൂണുകളുടെ ഉത്സവം വേറിട്ട രീതിയിലാണ് അവസാനിക്കുക. ബലൂണുകളുടെ ഉത്സവം ഒരു വേറെ രീതിയിലാണ് അവസാനിക്കുക. ഉത്സവത്തിൻ്റെ അവസാനം ആർപ്പ് വിളിച്ചിട്ട് ആ ബലൂണിൻ്റെ കാറ്റഴിച്ചു വിടുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലൂണുകൾ നടക്കും. ഇനി തനി എഴുതാം. കേരളത്തിലെ ഉത്സവ കാഴ്ചകളും ആഘോഷങ്ങളും കണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നിനെക്കുറിച്ച് കുറിപ്പെഴുതൂ. ഓണത്തിനെ കുറിച്ച് എഴുതാം. ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നു. കേരളം ഭരിച്ചിരുന്ന മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് ഐതിഹ്യം. അത്തം തൊട്ട് 10ാം നാളാണ് പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും ഓണക്കളികൾ കളിച്ചും ഒത്തൊരുമയോടെയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്.
കഥ വായിക്കൂ, അഭിനയിക്കൂ. ആനയുടെ ചിരി. കുട്ടികൾ ഉത്സവപ്പറമ്പിലൂടെ നടക്കുകയാണ്. ആനയുടെ അടുത്തെത്തി. ആനേ ആനേ, ആനപ്പുറത്ത് കയറ്റാമോ? കുട്ടികൾ ചോദിച്ചു. ആന അവരെ സൂക്ഷിച്ചു നോക്കി. ആന മിണ്ടിയില്ല. അത് കൊമ്പ് കുലുക്കി വമ്പുകാട്ടി നിന്നു. ആഹാ, കാണിച്ചു തരാം. കുട്ടികൾ ഓടി ബലൂൺ വണ്ടിക്ക് അടുത്തെത്തി. അവർ ഒരു സിംഹ ബലൂൺ വാങ്ങി. ആനയുടെ മുന്നിലെത്തി. സിംഹ ബലൂൺ ഉയർത്തിക്കാണിച്ച് ചോദിച്ചു, ആനപ്പുറത്ത് കയറ്റുന്നോ ഇല്ലയോ? ആനയ്ക്ക് ചിരി വന്നു. പതുക്കെ ആന താണിരുന്നു. കുട്ടികളൊക്കെ ഉത്സവപ്പറമ്പിലൂടെ നടക്കുമ്പോൾ ആനയുടെ അടുത്തെത്തി. ആനയോട് ചോദിക്കുകയാണ്, ആന ആനെ, ആനപ്പുറത്ത് കയറ്റാമോ? അപ്പോൾ ആന അവരെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല. ആന കൊമ്പ് കുലുക്കിയിട്ട് ആഹാ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊമ്പൊക്കെ കുലുക്കി. കുട്ടികൾ ഓടി ബലൂൺ വണ്ടിയുടെ അടുത്തെത്തി. അവരൊരു സിംഹത്തിന് ബലൂൺ മേടിച്ച് ആനേനെ പറ്റിക്കാനായിട്ട് സിംഹ ബലൂൺ ഉയർത്തി കാണിച്ചു. ആനപ്പുറത്ത് കയറ്റുന്നില്ലയോ എന്ന്. ആനയ്ക്ക് ചിരി വന്നത് ബലൂണെന്ന് ആനയ്ക്ക് മനസ്സിലായല്ലോ. അപ്പം ആന പതുക്കെ ഇരുന്ന് കൊടുത്തു അവർക്ക് കയറാനായിട്ട്. വായിക്കാം, വരയ്ക്കാം. കടലിരമ്പം. കടൽ തീരത്തിരുന്ന കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയും കൂടെ കൂടി. ചിത്രം മായ്ക്കാൻ തിരമാല എത്തി. മായ്ക്കല്ലേ മായ്ക്കല്ലേ, കുട്ടി പറഞ്ഞു. എൻ്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല, തിരമാല പറഞ്ഞു. എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം. ഞാൻ കാലിൽ തൊടാൻ വരും, അപ്പോൾ നീ ഓടണം. കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട്. അമ്മയും കൂടെ കൂടി. കളിച്ചു കളിച്ച് തിരമാല കുട്ടിയെ കുളിപ്പിച്ചു. കുട്ടി തിരമാലയോട് പിണങ്ങി, മുഖം വീർപ്പിച്ചു. എന്താ പിണങ്ങി? നീ എന്നെ ഉപ്പുവെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത്? തിരമാല പൊട്ടിച്ചിരിച്ചു. കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു, വലിയൊരു ശംഖ്. അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു. ഈ ആശയം വെച്ചിട്ടൊരു ചിത്രം വരയ്ക്കുക. ശംഖ്, കടപ്പുറം അങ്ങനെയൊക്കെ വരയ്ക്കുക. പാഠം രസിക്കുക. ഇതൊരു പാട്ടാണ്. പൂരത്തിനെ കുറിച്ചുള്ളൊരു പാട്ട് കുട്ടികൾക്ക് പാടി രസിക്കാൻ വേണ്ടിയുള്ളതാണ്. കാട്ടിലെ കുട്ടിക്കുറുമ്പനാന നാട്ടിലെ സ്കൂളിൻ്റെ മുന്നിലെത്തി. കുട്ടികൾ കൂട്ടമായി ഓടിയെത്തി. ഉത്സവകാലമായി സ്കൂളിലെപ്പോൾ. ചെണ്ടയും മദ്ദളം കൊമ്പിലത്താളവും. താളത്തിൽ മേളം തകർത്തുകുട്ടി. തിന്തക 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 തരികിട എന്നു ചെണ്ട. ജിഞ്ചിലം 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 ജിഞ്ചിലമെന്നില താളമെണ്ണി. പെപ്പര പെരപെര പെപ്പര പെരപെര പെപ്പര പേയെന്നു കൊമ്പു ചൊല്ലി. ഡിങ്കണം 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 മദ്ദളം ശുദ്ധമായി കേളികൊട്ടി. വൃദ്ധരും ബാലരും ആനയും നാടിൻ സമൃദ്ധിയും ചേരുന്നു പൂരനാളിൽ. ചെണ്ടയും മദ്ദളം കൊമ്പിലത്താളവും ദിന്തരികിടയെന്നു പൂരം.